നമസ്കാരം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ PG വിദ്യാർത്ഥിനി ഡോക്ടർ AJ ഷഹ്നയുടെ ആത്മഹത്യാ കേസിൽ സലാഹുദ്ദീനെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി സർക്കാർ നിയമിച്ചു. മുൻ അഡീഷണൽ ഗവൺമെന്റ് പ്ലീഡറും പബ്ലിക് പ്രോസിക്യൂട്ടറുമാണ് സലാഹുദ്ദീൻ. മലയൻകീഴ് ഇരട്ടക്കൊലക്കേസിലും അമ്പലമുക്ക് വിനീത കൊലക്കേസിലും സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. 2023 ഡിസംബർ 4-നാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സർജറി വിഭാഗം PG വിദ്യാർത്ഥിനിയായിരുന്ന ഷഹ്നയെ മെഡിക്കൽ കോളേജിന് സമീപത്തെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഉയർന്ന അളവിൽ അനസ്തേഷ്യ മരുന്ന് കുത്തിവെച്ചാണ് ഷഹ്ന ജീവനൊടുക്കിയത്. സ്ത്രീധനം നൽകാൻ സാമ്പത്തിക ശേഷിയില്ലാത്തതിനാൽ ജീവനൊടുക്കുന്നു എന്ന് രേഖപ്പെടുത്തിയ ആത്മഹത്യാക്കുറിപ്പും പോലീസിന് കിട്ടിയിരുന്നു. തുടർന്ന് ബന്ധുക്കളുടെ പരാതിയിൽ ഷഹ്നയുടെ സുഹൃത്തായിരുന്ന കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശി ഡോക്ടർ EA റുവൈസിനെ മെഡിക്കൽ കോളേജ് പോലീസ് സംഘം അറസ്റ്റ് ചെയ്തിരുന്നു. ഇരുവരുടെയും വിവാഹം നിശ്ചയിച്ചിരുന്നുവെങ്കിലും റുവൈസിന്റെ വീട്ടുകാർ കൂടുതൽ സ്ത്രീധനം ആവശ്യപ്പെട്ടതോടെ വിവാഹം മുടങ്ങിയിരുന്നു. ഇതിന് പിന്നാലെ റുവൈസ് സുഹൃത്തുക്കളുടെ മുന്നിൽ വെച്ച് സ്ത്രീധനത്തിന്റെ പേരിൽ ഷഹ്നയെ പരിഹസിച്ചിരുന്നുവെന്നും ഇതാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് കുടുംബം നൽകിയ പരാതി. കേസിൽ പ്രതി ചേർക്കപ്പെട്ട റുവൈസിനെ മെഡിക്കൽ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും റിമാൻഡിൽ കഴിയുകയായിരുന്ന അദ്ദേഹത്തിന് പിന്നീട് ഹൈക്കോടതി ജാമ്യം അനുവദിക്കുകയും ചെയ്തിരുന്നു. ഈ കേസിൽ ശക്തമായ നിയമ നടപടികൾ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിച്ചിരിക്കുന്നത്. 2023 ഡിസംബർ 4-നാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സർജറി വിഭാഗം PG വിദ്യാർത്ഥിനിയായിരുന്ന ഷഹ്ന ആത്മഹത്യ ചെയ്തത്. അനസ്തേഷ്യ മരുന്ന് കുത്തിവെച്ചായിരുന്നു ജീവനൊടുക്കിയത്. മെഡിക്കൽ കോളേജിനടുത്ത് താമസിച്ചിരുന്ന ഫ്ളാറ്റിലാണ് ഷഹ്നയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സ്ത്രീധനം നൽകാൻ സാമ്പത്തിക ശേഷിയില്ലാത്തതിനാൽ താൻ ജീവനൊടുക്കുന്നു എന്നും അതേസമയം മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു ഇത്തരത്തിൽ ആത്മഹത്യാക്കുറിപ്പ്. പിന്നാലെ ബന്ധുക്കൾ പരാതി നൽകുകയായിരുന്നു. റുവൈസിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ഇരുവരുടെയും വിവാഹം നിശ്ചയിച്ചിരുന്നതാണ്. പിന്നീടാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായത്. തുടർന്ന് റുവൈസിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി പിന്നീട് ജാമ്യത്തിൽ വിട്ടയക്കുകയും ചെയ്തു. സുഹൃത്തുക്കളുടെ മുന്നിൽ വെച്ചൊക്കെ ഷഹ്നയെ ഇത്തരത്തിൽ റുവൈസ് പരിഹസിച്ചിരുന്നു. ഇതിൽ അപമാനം സഹിക്കവയ്യാതെയാണ് പെൺകുട്ടി ജീവനൊടുക്കിയത്. എന്തായാലും 1 വർഷം തികഞ്ഞ ഈ വേളയിലാണ് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി സലാഹുദ്ദീനെ സർക്കാർ നിയമിച്ചിരിക്കുന്നത്. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടക്കുകയും ചെയ്യും. കേസിലെ 2ാം പ്രതിയാണ് റുവൈസിന്റെ പിതാവ് അബ്ദുൾ റഷീദ്. റുവൈസിന്റെ പിതാവാണ് കൂടുതൽ സ്ത്രീധനത്തിനായി സമ്മർദ്ദം ചെലുത്തിയതെന്ന് ഷഹ്നയുടെ ആത്മഹത്യാക്കുറിപ്പിലും വാട്സപ്പ് ചാറ്റുകളിലും വ്യക്തമാക്കിയിരുന്നു. കരുനാഗപ്പള്ളി സ്വദേശിയായ പ്രതി കുടുംബത്തോടൊപ്പം അബ്ദുൾ റഷീദ് ഒളിവിലായിരുന്നു. ഇയാൾക്കെതിരെ തെളിവുകൾ കിട്ടിയെങ്കിലും അത് മറച്ചുവെച്ച് പോലീസ് നടത്തിയ മന്ദഗതിയിലുള്ള അന്വേഷണമാണ് പ്രതികൾക്ക് കടന്നുകളയാൻ അവസരം ഒരുക്കിയതെന്ന ആക്ഷേപമുണ്ടായിരുന്നു.